ജിദ്ദയിൽ എ.പി. ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി. അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ ഭാഗത്തിനാണ് എന്താ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തിപ്പോ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്റ്റെപ്പ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെ ഒഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ലാതെ മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, എ.പി. ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ആ നബിയെ കാണാൻ എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു.